ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന് അനുശോചനം അറിയിച്ച് ഇടുക്കി രൂപത. നാളെ ഉച്ചകഴിഞ്ഞ് കീരിത്തോട് നിത്യസഹായ മാതാ ദേവാലയത്തിൽ നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുലർച്ചെ 4:30 ഡൽഹിയിലെത്തിയ സൗമ്യയുടെ ഭൗതിക ശരീരം കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ഇസ്രായേൽ എംബസി അധികൃതരും ചേർന്ന് ഏറ്റുവാങ്ങി. സൗമ്യ സന്തോഷിന്റെ വേർപാടിൽ ഇടുക്കി രൂപത അത്യഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ജീവിക്കുവാനായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവന് സംരക്ഷണം നൽകാൻ കേന്ദ്ര സർക്കാർ സ്വത്വരമായി ഇടപെടണമെന്ന് ഇടുക്കി രൂപത ബിഷപ്പ് ഹൌസിൽ മാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. നിഷ്കളങ്കരായ ആളുകളുടെ ജീവനെടുക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ശ്രീമതി സൗമ്യയുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടും കുഞ്ഞിനോടും ഇടുക്കി രൂപതയുടെ അനുശോചനം അറിയിക്കുകയാണ്. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു അമ്മയും ഒരു ഭാര്യയും, കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട ഒരു സഹോദരിയും മകളുമൊക്കെയാണ്. ഈ വേദനാജനകമായ സംഭവത്തിന് കാരണമായ കലാപത്തെയും ആക്രമണത്തെയും എല്ലാവരും തീർച്ചയായും അപലപിക്കണം. എത്രയും പെട്ടെന്ന് ആ പ്രദേശത്ത് സമാധാനം ഉണ്ടാകുവാനായി ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുവാനായി ബന്ധപ്പെട്ട അധികാരികൾ സത്വരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സൗമ്യ സന്തോഷിന് ദൈവം നിത്യശാന്തി പ്രദാനം ചെയ്യട്ടെ. സൗമ്യയുടെ അകാലത്തിലുള്ള വേർപാടിൽ മനം നൊന്ത കുടുംബാംഗങ്ങൾക്ക് ഇടുക്കി രൂപതയുടെ അനുശോചനം അറിയിക്കുകയും രൂപത മുഴുവൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നതായി രൂപത PRO മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ പറഞ്ഞു. ആദ്യ കുർബാനയ്ക്കായി അമ്മയെ കാത്തിരിക്കുന്ന സൗമ്യയുടെ മകൻ അഡോണിനെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കൾ ശ്രമിക്കുന്നുണ്ട്. ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ കുടുംബത്തിന് വിവിധ രൂപതാ നേതൃത്വവും കത്തോലിക്ക സംഘടനകളും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഷെക്കേന ന്യൂസ്, ഇടുക്കി.